നമസ്കാരം. വിസ്കോൺസിൻ മലയാളി അസോസിയേഷന്റെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിയിലേക്ക് നിങ്ങളേവർക്കും ഹാർദവമായ സ്വാഗതം. സ്വാദിഷ്ടമായ ഒരു ഓണസദ്യയുടെ ആലസ്യത്തിലാണ്ടിരിക്കുന്ന നമുക്കായി അതിലും ആസ്വാദ്യകരമായ ഒരു കലാവിരുന്നാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഓണം അതിൻ്റെ എല്ലാവിധ പ്രൗഢിയോടെയും ഇന്നിവിടെ പുനരവതരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ വൻകരകൾക്കപ്പുറം ദൈവത്തിൻ്റെ സ്വന്തം നാട് വിളവെടുപ്പിൻ്റെ ആഘോഷത്തിലാണ്. 7 തലമുറ കാണാത്ത കാലവർഷത്തിനിപ്പുറവും വിളവെടുപ്പിന് എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ ആവോ? എങ്കിലും ഓണത്തിൻ്റെ ആഘോഷത്തിന് തെല്ലും കുറവില്ല, കുറവുണ്ടാകാൻ പാടില്ല. കാരണം പ്രജകളുടെ ക്ഷേമം മാത്രം മുൻനിർത്തി നാട് ഭരിച്ച മഹാബലി ചക്രവർത്തി ആണ്ടിലൊരിക്കൽ തൻ്റെ ജനങ്ങളെ കാണാൻ വരുന്ന സുദിനമാണിത്. ഇന്നത്തെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ തട്ടിപ്പ് കേസുകളോ അഴിമതി കഥകളോ പീഡന പരമ്പരകളോ ചാനലുകളുടെ അതിപ്രസരമോ മഴക്കെടുതിയോ ഗട്ടറുകളോ കറണ്ട് കെട്ടോ ഡെങ്കിപ്പനിയോ ഒന്നുമില്ലാത്ത നന്മയും ആഹ്ലാദവും മാത്രം നിറഞ്ഞു നിന്ന ആ നല്ല നാളുകളെ പറ്റിയുള്ള ജീവനുള്ള ഓർമ്മയാണ് ഓണം. ജാതിമത വ്യത്യാസമില്ലാതെ പണ്ഡിതരെന്നോ പാമരനെന്നോ തൊഴിലാളിയെന്നോ മുതലാളിയെന്നോ ഉള്ള വലിപ്പച്ചെറുപ്പമില്ലാതെ കേരളത്തിലെ ജനങ്ങൾ ഒന്നാകെ അകവും പുറവും മനസ്സും ശരീരവും നിറഞ്ഞാഹ്ലാദിക്കുന്ന മറ്റൊരു ഉത്സവമില്ല. എന്തിനും ഏതിനും പുതുമയ്ക്കായി വെമ്പൽ കൊള്ളുന്ന മലയാളികൾ തലമുറകൾ എത്ര കഴിഞ്ഞാലും ഓണത്തിന്റെ പഴമയെ അതിൻ്റെ എല്ലാ തനിമയോടെയും വാരി പുണരുന്നതിൻ്റെ കാരണം സാമൂഹ്യ ജീവിതത്തിൽ ഓണത്തിനുള്ള ഈ പ്രസക്തിയാവും. ഓണത്തോടനുബന്ധിച്ചുള്ള ഒരാഘോഷവും വ്യക്തി കേന്ദ്രീകൃതമല്ല എന്നത് പ്രത്യേകം ശ്രദ്ധാർഹമാണ്. ഓണം അടിമുടി കൂട്ടായ്മയുടെ ആഘോഷമാണ്. വഞ്ചിപ്പാട്ടിന്റെ ഈണങ്ങളും വള്ളംകളിയുടെ ദ്രുതതാളവും കൈകൊട്ടിക്കളിയുടെ ലാസ്യഭംഗിയും ഊഞ്ഞാലാട്ടത്തിന്റെ നിഷ്കളങ്കതയും പൂക്കളങ്ങളുടെ മനോഹാരിതയും പുലികളിയുടെ ആവേശവും സർവോപരി ഓണസദ്യയുടെ രുചിഭേദങ്ങൾ നമുക്ക് കാട്ടിത്തരുന്നത് സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരുമയുടെയും ശക്തിയും സൗന്ദര്യവുമാണ്. ഓണമെന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ തെളിയുന്ന മനോഹരമായ പൂക്കളത്തിലേക്ക് നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കൂ. അവിടെ ഏതെങ്കിലും ഒരു പൂ തൻ്റെ വേറിട്ട ഭംഗി കൊണ്ടോ നിറമോ മണമോ ഗുണമോ വലിപ്പച്ചെറുപ്പമോ കൊണ്ടോ നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നില്ല. അവിടെ നമ്മൾ കാണുന്നത് പൂക്കളുടെ സമ്മേളനവും നിറങ്ങളുടെ ചേർച്ചയും മാത്രമാണ്. പൂക്കളത്തിന്റെ പരിധിക്കുള്ളിൽ വിവിധ നിറത്തിലും തരത്തിലുമുള്ള പൂക്കൾ എങ്ങനെ വിന്യസിച്ചിരിക്കുന്നു എന്നതിനാണ് പ്രധാനം. ഒരു പൂ മറ്റതിനോട് എത്ര യോജിച്ച് നിൽക്കുന്നുവോ അത്രത്തോളം പൂക്കളത്തിനും ഭംഗിയേറും. പൂക്കളത്തിൽ ഒരു പൂവും രണ്ടാമനല്ല, ഒരു നിറവും മറ്റതിനേക്കാൾ മെച്ചമല്ല. പൂക്കളത്തിലെ പൂക്കളെല്ലാം വിഭിന്നമാണ്, എന്നാൽ അവയെല്ലാം തുല്യരുമാണ്. പൂക്കളുടെ ഈ കൂട്ടായ്മയിലെ ഈ സമത്വവും സാഹോദര്യവും സഹവർത്തിത്വവുമാണ് പൂക്കളത്തിന്റെ സൗന്ദര്യം നമ്മുടെ മനസ്സിൽ എന്നും മായാത്ത ഒരു ചിത്രമായി അതിനെ നിലനിർത്തുന്നത്. കേരളത്തിൽ നിന്നും 1000 കാതം അകലെ ഗർഭാതൃത്വത്തിന്റെ മധുര നമ്മുടെ സ്മരണകളുമായി ആണ്ടുതോറും നാം വിസ്മയുടെ ഓണാഘോഷ പരിപാടികൾക്കായി ആവേശപൂർവ്വം കാത്തിരിക്കുന്നതിന്റെ പൊരുളും ഈ കൂട്ടായ്മയിലെ ആനന്ദമാണ്. വർഷാവർഷമുള്ള ഈ ആഘോഷങ്ങളിലൂടെ ഈ കൂട്ടായ്മയുടെ സംസ്കാരത്തെ ഊട്ടി ഉറപ്പിക്കുന്നു എന്നതിലാണ് വിസ്മയുടെ പ്രസക്തി. മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, നെയ്യപ്പം തിന്നാൽ 2 കാര്യം, വയറും നിറയ്ക്കാം മുഖവും എടുക്കാമെന്ന്. വിസ്മയിൽ ചേർന്നാൽ 4 കാര്യമെന്ന് ഞാൻ പറയും. സ്വാദിഷ്ടമായ സദ്യ ഉണ്ണാനും കലാകായിക വാസനകൾ പ്രോത്സാഹിപ്പിക്കാനും സുഹൃത്ത് ബന്ധങ്ങൾ വളർത്തിയെടുക്കാനും സർവോപരി ഭാരത സംസ്കാരം നമ്മുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുവാനുള്ള സുവർണാവസരമാണ് വിസ്മയ ഒരുക്കുന്നത്. ഓണക്കാലം നമ്മെ സംബന്ധിച്ചിടത്തോളം മാവേലി നാടിന്റെ നന്മകൾ നമ്മുടെ ജീവിതത്തിലൂടെ പുനഃസൃഷ്ടിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അത്യന്തം തിരക്ക് നിറഞ്ഞ ജീവിതത്തിനിടയിലും സ്വന്തം സുഖസൗകര്യങ്ങൾക്ക് കുറച്ചുനേരം ഇടവേള നൽകി നമ്മുടെ കുട്ടികളെ വിവിധ കലകൾ അഭ്യസിപ്പിച്ചു വരും. സ്വന്തം വീടിന്റെ വാതിലുകൾ മറ്റുള്ളവർക്കായി പരിശീലനത്തോടെ തുറന്നു കൊടുത്തവരും ചെറുതും വലുതുമായ പ്രവൃത്തികളിലൂടെ വിസ്മയുടെ പരിപാടികളുടെ വിജയത്തിനായി ആദ്യാവസാനം യത്നിക്കുന്നവരുമെല്ലാം നിസ്വാർത്ഥ സേവനത്തിലൂടെ ഓണത്തിന്റെ സന്ദേശം നമുക്ക് ജീവിച്ച് കാണിച്ചു തരികയാണ്.
ഈ കഴിഞ്ഞ 2 മാസമായി നാം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തത് ഡാൻസും പാട്ടും നാടകവും മാത്രമല്ല, സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സഹവർത്തിത്വത്തിൻ്റെയും സമയനിഷ്ഠയുടെയും സംയമനത്തിൻ്റെയും ജീവിത പാഠങ്ങൾ കൂടിയായിരുന്നു. സുഗമമായ സാമൂഹ്യ ജീവിതത്തിനും വ്യക്തിപരമായ ഉയർച്ചയ്ക്കും അത്യന്തം ആവശ്യമായ ഈ മൂല്യങ്ങൾ തന്നെയല്ലേ നാം നമ്മുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഭാരത സംസ്കാരം? ഈ വിസ്മയുടെ പരിപാടികളെല്ലാം പങ്കാളികളാവുമ്പോൾ നാം അറിയാതെ നമ്മുടെ ജാതിയും മതവും സമ്പത്തും സ്റ്റാറ്റസും വലിപ്പിച്ചെറുപ്പവും എല്ലാം മാറ്റിവെച്ച് ഈ വിസ്മയാകുന്ന ശൃംഖലയുടെ ഒരു കണ്ണിയായി മാറുകയാണ്. അപ്പോഴാണ് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന ആ പഴമ്പാട്ടിന്റെ വരികൾക്ക് അർത്ഥമുണ്ടാകുന്നത്. പൂക്കളത്തിന്റെ ഭാഗമാവുക വഴി ഓരോ പൂവിൻ്റെയും സൗന്ദര്യം മഹത്വപ്പെടുകയാണ്. വിസ്മയുടെ ഭാഗമാകുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ അർത്ഥപൂർണമാവുകയാണ്. സദ്യയുടെ സ്വാദോ കലാപരിപാടികളുടെ മേന്മയോ അല്ല വിസ്മയുടെ പ്രസക്തിയുടെ മാനദണ്ഡം. ഈ നിസ്വാർത്ഥ കൂട്ടായ്മയിൽ നിന്ന് നമ്മുടെ കുട്ടികൾ ആരും അറിയാതെ നേടിയെടുക്കുന്ന മൂല്യങ്ങൾക്ക് പകരം വയ്ക്കാൻ മറ്റൊന്നില്ല എന്ന അറിവാണ് നമുക്കുണ്ടാവേണ്ടത്. വളരെയധികം തിരക്ക് നിറഞ്ഞ ജീവിതത്തിലും ഒരു ദിവസം മാറ്റിവെച്ച് ഈ കൂട്ടായ്മയുടെ ഭാഗമാകാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നാം ഓരോരുത്തരും അതിനാൽ തന്നെ ഭാരത സംസ്കാരത്തിന്റെ വാഹകരും പ്രചാരകരുമായി മാറുകയാണ്. വിസ്കോൺസിനാകുന്ന തൊടിയിൽ നിന്നും മലയാളികളാകുന്ന പൂക്കൾ ശേഖരിച്ച് വിസ്മയാകുന്ന പൂക്കളം ഒരുക്കാൻ നേതൃത്വം നൽകാൻ കൂടുതൽ പേർ മുന്നോട്ട് വരുവാൻ ഈ ആഘോഷങ്ങൾ പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഓണത്തിന്റെ നന്മയും ആഹ്ലാദവും പങ്കുവയ്ക്കാൻ, വിസ്മയുടെ ആഘോഷ പരിപാടികളിൽ സജീവമായി പങ്കുകൊള്ളുവാൻ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകമായി 2013 കമ്മിറ്റിയുടെ പേരിൽ ഈ ഓണാഘോഷ പരിപാടിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നന്ദി.